അപ്പോൾ നമ്മൾ ഫോട്ടോ മാനിപ്പുലേഷനിൽ സെക്കൻഡ് വണ്ണാണ് നോക്കുന്നത്. ഫയലിൽ ന്യൂ എടുത്തു, അതിനുശേഷം 1920x1080. ആദ്യം പിക്സൽസിലോട്ട് മാറ്റാം. നമുക്ക് 1920x1080. നല്ല ഭയങ്കര ഹെവി ആണെങ്കിൽ ഈ റെസൊല്യൂഷൻ കുറച്ചിട്ട് ചെയ്താൽ ഇപ്പോൾ തൽക്കാലം കുഴപ്പമില്ല, പക്ഷെ ഫുൾ ക്വാളിറ്റിയിൽ കൊടുക്കണം. മാറ്റാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫുൾ ക്വാളിറ്റി കൊടുക്കണം. അപ്പം മാനിപ്പുലേഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. മാറ്റ് പെയിൻ ആണെന്നുണ്ടെങ്കിൽ 300 തന്നെ കൊടുക്കണം. ക്രിയേറ്റ് ചെയ്താൽ ഫയലിൽ പ്ലേസ് ലിങ്ക്ഡ് Ctrl V അടിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ബാക്ക്ഗ്രൗണ്ടിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഞാനതിനെ Ctrl T അടിക്കുന്നു, മൊത്തത്തിലങ്ങ് വലുതാക്കാമേ, ഫുള്ളങ്ങ് വലുതാക്കാം. ഇങ്ങനെ വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ വലുതാവും, അത് വേണ്ട, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അങ്ങ് വലുതാക്കാം. കണ്ടോ, വെറുതെ, അതായത് ഷിഫ്റ്റ് ഒന്നും പിടിക്കണ്ട, വെറുതെ പിടിച്ചിട്ട് അങ്ങ് വലുതാക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രാസിൻ്റെ ആ ഒരു സംഭവം ഇവിടെ ഉണ്ട്, കണ്ടോ, ഗ്രാസിൻ്റെ. ഇനിയിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആകാശമോ വേറെ എന്ത് വേണമെങ്കിലും വെക്കാം, കുഴപ്പമില്ല, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഗ്രാസിനെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഈ ഗ്രാസ് നമുക്ക് വേണ്ട. ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, നമുക്കത് ഈ ഗ്രാസിനെ ഇവിടെ വയ്ക്കാം. ഓക്കെ, മൂവ് ചെയ്തിട്ട് ഈ ഗ്രാസിനെ ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ എഡ്ജസിനൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ Ctrl T അടിക്കുമ്പോൾ ഈ എഡ്ജസിനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് റാസ്റ്ററൈസ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് റാസ്റ്ററൈസ്, റൈറ്റ് ക്ലിക്ക് റാസ്റ്ററൈസ്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കളറ് രണ്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കളർ മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് മാച്ച് കളർ, ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് മാച്ച് കളർ. നമ്മൾ ഏത് ലെയർ വെച്ച് ഏത് ലെയറിനോടാണ് മാച്ച് ചെയ്യുന്നതെന്നുള്ള കാര്യം ആ ലെയർ സെലക്ട് ചെയ്തിട്ട് നോക്കാം. ജസ്റ്റ് ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്തേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് മാച്ച് കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് പോയിട്ട് ഇതുണ്ടോ, ആദ്യം നമുക്ക് സോഴ്സിൻ്റെ അകത്ത് പോയിട്ട് ഇത് അൺടൈറ്റിൽഡ് ആക്കാം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ഏതാണ് വേണ്ടത് അത് പിടിക്കുക. അപ്പോൾ ഇങ്ങനെയായി. ഇനി നമുക്ക് തിരിച്ച് ബാക്ക്ഗ്രൗണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാലോ ഇങ്ങനെ ആയിരിക്കും വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്തിട്ട് ഇത് പിടിക്കാം. ഇത് സെലക്ട് ചെയ്തിട്ട് ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് മാച്ച് കളർ എടുത്തിട്ട് സോഴ്സ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ പറയുന്നത് സോഴ്സ് അൺടൈറ്റിൽഡ് ആണ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഫയൽ ഏതാണ്, പിന്നെ ഏതാണ് ബാക്ക്ഗ്രൗണ്ട് ആ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ്. അപ്പോൾ നമുക്ക് ഏതിലോട്ടാണ് നമുക്ക് ഒറിജിനലിനെ കൊണ്ടുപോവേണ്ടത് അതിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇപ്പം ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാം. ഇതാണ്ടോ, ഒന്ന് തിരിച്ചു പോകും. മീൻസ് ഇതിങ്ങനെ ഫെയ്ഡ് ചെയ്താണെങ്കിൽ പഴയ കണക്ക് പോകും. ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാം. ഇപ്പം രണ്ടിൻ്റെ ഇടയിൽ നിൽക്കും. അപ്പോൾ ലൂമിനൻസ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുമായിട്ട് കറക്റ്റ് മാച്ച് ചെയ്ത് വരും. കളറിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീട്യൂക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ഫ്രണ്ടിലോട്ടാക്കാം, കാരണം സ്വല്പം മൊത്തത്തിൽ അങ്ങ് മറയട്ടെ, ആ ഗ്രാസ് നമുക്ക് വേണ്ട. അപ്പോൾ ആ രീതിയിൽ അത് മറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് കോപ്പി പേസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് വയ്ക്കാം. അതായത് ഈ ലാസോ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ മൂവ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. Ctrl C ഇവിടെ വെച്ചിട്ട് Ctrl C എന്നിട്ട് Ctrl V. ഓക്കെ, ഇതിനെടുത്തിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. കണ്ടോ, എന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ മാസ്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വെച്ചു. ഇല്ലെങ്കിൽ അത് വൃത്തിയിടായി. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഇരിക്കുന്നൊരു ഫീൽ വരും. കണ്ടോ, ഇങ്ങോട്ടാക്കാം. ഓക്കെ, കുറച്ചുകൂടെ റിയലിസ്റ്റിക് സംഭവം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കാം, ഇവിടെ വയ്ക്കാം. കണ്ടോ, ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഇവിടെ വയ്ക്കാം, ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഇവിടെ വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം, പ്രശ്നമില്ല. ഓക്കെ, എല്ലാത്തിനെയും മാസ്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് മാസ്ക് ചെയ്യാം. മാസ്ക് എന്നിട്ട് ഇതിൻ്റെ അകത്ത് വൈറ്റും ഇതിൻ്റെ അകത്ത് ബ്ലാക്കും. സോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എവിടേക്കാണ് മാസ്ക് ചെയ്യേണ്ട ആ ഭാഗം മാത്രം നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യാം. അവിടെ പെയിൻറ്റ് ചെയ്യുമ്പോൾ മറ്റേത് കയറി ഇങ്ങനെ വരുവേ, അത് കുഴപ്പമില്ല. വീണ്ടും അടുത്ത ലെയറിൽ പോവുക, അടുത്ത മാസ്ക് ചെയ്യുക. വീണ്ടും ഈ ലെയറിനെ ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ആ ഒരു ഫീൽ അവിടെ കിട്ടും. അതേപോലെ നമുക്ക് അടുത്തതിൽ പോയിട്ട് അടുത്തത് മാസ്ക് ചെയ്യാം. പെയിൻറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഈ ഒരു സംഭവം നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു എഡ്ജിൻ്റെ പ്രോബ്ലം ഇവിടെ അങ്ങ് സോൾവ് ആയി. അങ്ങനെ നമുക്ക് വീണ്ടും അടുത്ത എഡ്ജിൽ വീണ്ടും സെലക്ട് ചെയ്യുക, അതിനെ മാസ്ക് ചെയ്യുക. അത് വലിയ പ്രശ്നമില്ല.
വീണ്ടും ഇതിൻ്റെ ഒരു കോപ്പി തന്നെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു എഡ്ജിൻ്റെ പ്രശ്നം നമുക്കില്ല. ആ എഡ്ജ് ഫുള്ളായിട്ടും പ്രശ്നം വരുന്ന ഒരു ഇതിൽ നമുക്ക് കൊണ്ടുവരണ്ട. പിന്നെ ഈ പുല്ല് വളർന്നിരിക്കുന്ന ഏരിയ ഉണ്ടോ, ഈ പുല്ല് വളർന്നിരിക്കുന്ന അതിന് മുന്നേ നമുക്ക് ഇതിനെ എല്ലാം സെലക്ട് ചെയ്യില്ല, കൺഫ്യൂഷൻ ആയിപ്പോൾ എല്ലാം സെലക്ട് ചെയ്യുക, Ctrl E for merge. ഓക്കെ, ഈ എഡ്ജാണ് നമുക്കിനി ശരിയാക്കേണ്ടതുള്ളത്. ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ ടൂളുണ്ട്, അത് യൂസ് ചെയ്ത് ശരിയാക്കാം. ഏതാണ്? സ്മഡ്ജ് എന്ന് പറഞ്ഞ ടൂളുണ്ട്, സ്മഡ്ജ് ടൂൾ, സ്മഡ്ജ്. അപ്പോൾ ഈ ഏരിയ കണ്ട ഇങ്ങനെ നമുക്ക് സ്മഡ്ജ് ചെയ്തെടുക്കാം, സൂം ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്തെടുക്കാം. ഇങ്ങനെ അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കൂട്ടി സ്മഡ്ജ് ചെയ്യാം. അല്ല സ്മഡ്ജ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് അതിനൊന്ന് ഇതാക്കാമേ. ഫുൾ സെലക്ട് ചെയ്തിട്ട് നേരത്തെ ഗ്രൂപ്പ് ആക്റ്റീവ് ആയി, Ctrl E. ഓക്കെ, അപ്പോൾ എന്ത് പറ്റിയാലും നമുക്ക് തിരിച്ചെടുക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എവിടെയാണ് സ്മഡ്ജ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയക്കകത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതല്ല വേണ്ടത്, ഇത് തന്നെ അപ്പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഇതിൽ പോയിട്ട് ഉണ്ടോ, ഇപ്പം നേരത്തെ നമ്മൾ സ്മഡ്ജ് ചെയ്ത് ഇതാണ് സ്മഡ്ജ് ആവുന്നത്. ഇതിൽ സ്മഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് പതുക്കെ സ്മഡ്ജ് ചെയ്യുക. അത് നല്ലവണ്ണം വാല്യൂ കുറയ്ക്കണേ, കുറച്ചിട്ട് നമുക്ക് പതുക്കെ ഉണ്ടോ ബാക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വലുതായിട്ട് അറിയില്ല, ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്മഡ്ജിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ട്. ആ ഒരു എഡ്ജിൻ്റെ തന്നെ നമുക്ക് പിടിച്ചങ്ങ് വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് സെലക്ട് ചെയ്യുക, നല്ലവണ്ണം കൂത്തിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ. ഓക്കെ, Ctrl C, ഇവിടെ വരുന്നു, Ctrl V, ഇവിടെ നിന്ന് പിക്ക് ചെയ്യുന്നു, അതിനിടെ നമ്മൾ അവിടെ വെച്ച് കൊടുക്കുന്നു. ഇതാ ഓക്കെ, വീണ്ടും മാസ്ക് അടിച്ചു കൊടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു മാസ്ക്. അതിനുശേഷം നമ്മൾ ബ്രഷ് ടൂൾ എടുത്തിട്ട് പെയിൻറ് ചെയ്ത് എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ഒന്നുകൂടെ പെയിൻറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പെയിൻറ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റീട്യൂക്ക് ചെയ്ത് എടുക്കാം. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെല്ലാം റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു എഡ്ജ് നമുക്ക് എന്ത് ചെയ്യാം, റീക്രിയേറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മാർഗ്ഗമുണ്ട്. അപ്പോൾ പല രീതിയിലും ചെയ്യാം. ഇതിനകത്ത് ബ്രഷ് ടൂൾ കണ്ടോ, ഈ ബ്രഷ് ടൂൾ എടുത്തിട്ട് ബ്രഷിൻ്റെ അകത്ത് നമുക്ക് ബ്രഷ് ടൂളിൻ്റെ പല പല ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഏത് ബ്രഷാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രഷിലേക്ക് പോവുക. അതുകൊണ്ട് ഇതിനകത്ത് പല പല ടൈപ്പ് ഓഫ് ബ്രഷസ് ഉണ്ട്. ഈ സോഫ്റ്റ് റൗണ്ടഡ് ബ്രഷിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ബ്രഷിൻ്റെ പല പല പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഇതാ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതിൻ്റെ അകത്ത് സ്പേസിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ബ്രഷസിൻ്റെ അകത്ത് നമുക്ക് ഏതാണ് ബ്രഷ് വേണ്ടത് ആ ഒരു സ്പേസിങ്ങിനനുസരിച്ച് നമുക്ക് ഈ ഒരു ബ്രഷിനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ഇതനുസരിച്ച്. അപ്പോൾ നമുക്ക് ആ ഒരു പുല്ലിൻ്റെ ഇതാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഷാറ്ററിങ്ങോ ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഓൺ ആക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്പേസിങ് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്വല്പം ഒന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് ഇതിനെ പിക്ക് ചെയ്യാം. ഓക്കെ, ഇതേ സെയിം കളർ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്ത് വിടാം. കണ്ടോ, കറക്റ്റ് ഇത് തന്നെ വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വൃത്തിയിടായി. ഇപ്പോൾ കറക്റ്റ് എക്സാക്റ്റ് ആ ഒരു എഡ്ജിനകത്തുള്ള ആ ഒരു ഇത് തന്നെ പിടിക്കണം. ഓക്കെ, ഇത് പിടിച്ചിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ സ്വല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നല്ലവണ്ണം അങ്ങ് പെയിൻറ് ചെയ്ത് വിട്ടാൽ മതി, അറിയില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് മാസ്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ നമുക്ക് പെയിൻറ് ചെയ്ത് ആ രീതിയിൽ നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പ്രോസസ്സാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മാസ്ക് ചെയ്യണം. ഇതിൽ മാസ്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ പോയിട്ട് കണ്ടോ ആ എഡ്ജിനെ ഒഴിവാക്കിക്കൊണ്ട് പെയിൻറ് ചെയ്തെടുക്കാം. ഓക്കെ, എങ്ങനെയായിരുന്നാലും നമ്മൾ ആ എഡ്ജ് മാറ്റുന്നു, അത്രേ ഉള്ളൂ. ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ആ എഡ്ജിനെ മാറ്റി വയ്ക്കുന്നു. മറിച്ച് ഇത് തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മാത്രമായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നു. സെലക്ട് ചെയ്യുന്നു, ഇവിടെ വയ്ക്കുന്നു, ഇവിടെ നിന്ന് നമ്മൾ പിക്ക് ചെയ്യുന്നു, Ctrl C, Ctrl V. ഓക്കെ, മൂവ് ചെയ്തിട്ട് ഏത് പൊസിഷനാണോ ആ ഒരു പൊസിഷനിലേക്ക് വെച്ച് കൊടുക്കുക. Ctrl T അടിച്ചു കഴിഞ്ഞാൽ മൂവ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അത് മതി, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്കിത് വെച്ച് മറയ്ക്കാം, ഇതിൻ്റെ ആവശ്യം ആക്ച്വലി നമുക്കില്ല. ഇത് തന്നെ വേണമെന്ന് നമുക്ക് നിർബന്ധമില്ല. വേറെ കളർ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ വേറെ കൊണ്ടുവരാം. ഇപ്പം ഞാൻ എല്ലാം മെർജ് ചെയ്യണം, കാരണം ഇനി എനിക്ക് ഇത് മാത്രം Ctrl E അടിച്ചിട്ട് ഗ്രാസ് എന്ന് പറഞ്ഞ് റീനെയിം ചെയ്യാം, ഗ്രാസ്. ഓക്കെ, എന്നിട്ട് കാരണം ഇത് കുറച്ചും കൂടെ നമുക്ക് വലുതാക്കാം, സ്വല്പം കൂടെ ഏരിയ ഇരിക്കട്ടെ.
ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ ഏരിയ. കാരണം നമ്മൾ ഇതിനെ എല്ലാം മറക്കുകയാണ് ചെയ്യണം. ഫുൾ മറയ്ക്കും നമ്മൾ. സ്വല്പം കൂടെ മൂവ് ചെയ്തിട്ട് സ്വല്പം കൂടെ ഇരുന്നോട്ടെ. എല്ലാം നമ്മൾ മറക്കും ഈ ഭാഗം കംപ്ലീറ്റ്. ഓക്കെ, അടുത്തത് ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു കാർ വയ്ക്കാം. ഓക്കെ, അത് ഞാൻ പറയാം. എല്ലാം നമുക്ക് മറച്ചാണ് നമ്മൾ കൊണ്ടുവരണം, അതുകൊണ്ട് പ്രശ്നമില്ല. ആ ഭാഗവും നമ്മൾ കാണിക്കുന്നതേ ഇല്ല. ഓക്കെ, ഇങ്ങനെ ഒരു കാർ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈ കാറിൻ്റെ ഒരു പ്രശ്നം എന്താണ്? നമ്മുടെ കയ്യിൽ ആ കാറിൻ്റെ ഈ ഒരു കാറിൻ്റെ വീലില്ല. അല്ലെ, വീലുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒറിജിനൽ ഫീലും ഇല്ല. നമ്മൾ കട്ട് ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുന്ന കറക്റ്റായിട്ട് അറിയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ റാസ്റ്ററൈസ് ലെയർ, മാസ്ക് ചെയ്തിട്ട് നമ്മുടെ സാധാരണ ബ്രഷ് എടുക്കണേ, പഴയ ബ്രഷ്, സോഫ്റ്റ് റൗണ്ടഡ് ബ്രഷ് എടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ പെയിൻറ് ചെയ്ത് കയറ്റാം. കണ്ടോ? അതാകുമ്പോൾ ആ പുല്ല് മൊത്തം അതിൻ്റെ ഇടയിൽ കയറും. ഇതും നമുക്ക് പെയിൻറ് ചെയ്ത് ആ ഒരു ഏരിയക്കകത്ത് കയറ്റാം. ഓക്കെ, എല്ലാം വേണ്ട, എല്ലാം പറഞ്ഞാൽ ആ ഒരു വൃത്തിയിടാവും. അപ്പോൾ നമുക്ക് ആ ഒരു വീലും അങ്ങനെയുള്ള ഏരിയ മാത്രം ചെറുതായിട്ട് പെയിൻറ് ചെയ്ത് അതിൻ്റെ അകത്തങ്ങ് കയറ്റാം. ഓക്കെ, അപ്പോൾ അതൊരു പുല്ലിൻ്റെ ഇടയിൽ കാറ് കിടക്കണ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇത് സ്വല്പം കൂടെ ഒന്ന് പെയിൻറ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഇരുന്നോട്ടെ. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ, അങ്ങനെ ഇരുന്നോട്ടെ. ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. അടുത്ത നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്നൊരു ഫയറിൻ്റെ ഒരു സംഭവമാണ് പ്ലേസ്. ഓക്കെ, അത് ഞാനിവിടെ മൂവ് ചെയ്ത് കൊണ്ടുവന്നു, ഡ്രാഗ് ചെയ്തിട്ട്. കാരണം ഈ ഫയറിൻ്റെ മുകളിൽ നമുക്ക് ഇതുണ്ട്, എന്താണ്, ഒറിജിനൽ ഫയർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന് സ്വല്പം ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് എൻ്റർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ്, ദെൻ മാസ്ക് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. സെയിം പ്രോസസ്സ് ഉണ്ടോ? അതിൻ്റെ അകത്തിരിക്കുന്നൊരു ഫീൽഡ് കൊണ്ടുവരിക. ഇത് പോണ്ട, ചെറുതായിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്താൽ ഇതാ. അവിടെ നമുക്ക് ബ്രഷിൻ്റെ സൈസ് സ്വല്പം ഒന്ന് കുറയ്ക്കാം. ഉണ്ടോ? പിടികിട്ടിയോ? ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീണ്ടും ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫയർ കൊണ്ടുവരാം. കണ്ടോ? ഫയറിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നോർമൽ ആദ്യം റാസ്റ്ററൈസ് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ, ദെൻ ഇതിന് നമ്മൾ സ്ക്രീൻ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതും കുറച്ചും കൂടെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പെയിൻറ് ചെയ്യാം. കണ്ടോ? ഇവിടെയൊക്കെ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മാസ്ക് ചെയ്യുന്നു, അതൊക്കെ ആ ഒരു ഏരിയ അങ്ങ് പെയിൻറ് ചെയ്ത് വിടുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയല്ലോ. ഓക്കെ, വീണ്ടും ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. ഇനി നമുക്ക് എന്ത് പ്ലേസ് ചെയ്യാം? ഇനി ഇതിൻ്റെ അകത്ത് ഒരാളുണ്ട്, ഒരു ഫയറും കൂടെ ഉണ്ട്. വേണം കുറച്ചും കൂടെ ഒരു ഫീൽ വരട്ടെ, കുറച്ചും കൂടെ ഒരു ഇങ്ങനെ എന്താണ്, കുറച്ചും കൂടെ സ്പാർക്കിൾസ് ഒക്കെ ഉള്ള ഒരു ഫയർ ഉണ്ട്. അതിൽ മൂവ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക്, ദെൻ റാസ്റ്ററൈസ് ലെയർ, ദെൻ സ്ക്രീൻ. പിന്നെ മൂവ് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്തിട്ട് നമ്മളിവിടെ വെച്ചിട്ട് ഒന്ന് മാസ്ക് ചെയ്തിട്ട് ബ്രഷ് ടൂള് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പെയിൻറ് ചെയ്തു. ഓക്കെ, ഇപ്പം ഇതായല്ലോ. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ഫയർ എമിറ്റ് ചെയ്യുന്ന സമയത്ത് ചുറ്റുവട്ടത്തും കൂടെ കുറച്ച് ഫയർ വേണം. മീൻസ് ആ ഫയറിൻ്റെ ഒരു ഗ്ലോ അല്ല, ഗ്ലോ എന്നും പറയാം, അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു വെളിച്ചം പോലത്തെ ഒരു സംഭവം കൂടെ വേണം. അപ്പോൾ ഇവിടെയൊക്കെ വേണം അത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു ഗ്രാസിലാണോ ബാക്ക്ഗ്രൗണ്ടിലാണോ ഇത് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് നോക്കാം. ഇവിടെ അല്ല. ഓക്കെ, ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ പെയിൻറ് ചെയ്യണം. തൽക്കാലം ഇതിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്യരുത്, പകരം ഒരു പുതിയ ലെയർ എടുക്കുക, അതിൻ്റെ മുകളിൽ ഒരു ലെയർ എടുക്കുക, ആ ലെയറിൻ്റെ അകത്ത് നമ്മൾ പെയിൻറ്. അപ്പോൾ അങ്ങനെ പെയിൻറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചപ്പിക്കാം. കണ്ടോ? ഇങ്ങനെ ബ്രഷിനെ എനിക്ക് ചപ്പിക്കാം. ഇങ്ങനെ ചപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പെയിൻറ് ചെയ്യാം. അതാ ഈ ഒരു ഭാഗത്തൊക്കെ വരുമല്ലോ, ഏതായാലും ഇതാ ഇങ്ങനെ ഇത്രയും ഭാഗത്ത് എന്തായാലും വരും. അപ്പം അങ്ങ് പെയിൻറ് ചെയ്യാം. കണ്ടോ? ഇത്രയൊക്കെ എന്തായാലും നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അവരുടെ ഭാഗത്ത് എന്തായാലും ആ ലൈറ്റ് വരും. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ഓക്കെ, എന്നിട്ട് നമുക്ക് പതുക്കെ ഇതിനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒപ്പാസിറ്റിയും കുറച്ച് കൊടുക്കുക. ഓക്കെ, അതിന് വേണമെങ്കിൽ മാസ്ക് ചെയ്യാം. കണ്ടോ? നമ്മൾ പെയിൻറ് ചെയ്ത് പോകും തോറും ആ ഒരു ഏരിയക്കകത്ത് വീണ്ടും പെയിൻറ് മാറ്റാം. മീൻസ് പെയിൻ്റ് അല്ല, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും മാറ്റി പെയിൻറ് ചെയ്യാം. അതാ ഇപ്പോൾ എത്ര ഏരിയക്കകത്തത് വേണോ അത്ര ഏരിയക്കകത്ത് നമുക്ക് മാറ്റി പെയിൻറ് ചെയ്തു. ഓക്കെ, ഇത്രയായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയക്കകത്തും കൂടെ പോക്കോട്ടെ, കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കാറിലും ഇതേ പ്രോസസ്സ് കൊടുക്കുക. കാരണം ഈ കാറിൻ്റെ ഏതിൻ്റെ മുകളിൽ ഒരെണ്ണം കൊടുത്തു. ഓക്കെ, ഇത് മുകളിലല്ലേ കൊടുത്തത്,
എന്നിട്ട് ഈ കാറിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ പെയിൻറ് ചെയ്യുന്നു. ഓക്കെ, റാൻഡമായിട്ട് ചുമ്മാ പെയിൻറ് ചെയ്യാമേ. എത്ര ഏരിയ വേണം അത്ര ഏരിയ പെയിൻറ് ചെയ്യുക, അത് കുഴപ്പമില്ല. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിപ്പിംഗ് മാസ്ക് അടിക്കുമ്പോൾ കറക്റ്റ് അവിടെ തന്നെ വീണോളും, കണ്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനെ പതുക്കെ ഒപ്പാസിറ്റി നല്ലോണം കുറയ്ക്കുക. എന്നാലും ആ ഒരു റിയലിസ്റ്റിക് സംഭവം കിട്ടുള്ളൂ, കണ്ടോ. ഇപ്പോൾ ആ ഒരു ഫീൽ അവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഏരിയക്കകത്ത് കുറച്ച് എന്താണ് വെട്ടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്യൂക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ഞാൻ അറിയാതെ ഇങ്ങനെ ഒന്ന് പെയിൻറ് ചെയ്തു പോയി കേട്ടോ, കണ്ടോ. അത് കുഴപ്പമില്ല, കണ്ടതാ. എന്തോ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ പെയിൻ്റ് ആയി, ഇതെവിടെ ഇരിക്കണതാ, കണ്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, അതിനങ്ങ് റിമൂവ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല, അത് അവിടെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരാളിനെ അതിൻ്റെ ടോപ്പിൽ നിർത്താം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിൽ വന്നിട്ട് ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, എന്നിട്ട് ആളിനെ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ആളിനെ നമുക്ക് ഇതിൻ്റെ ടോപ്പിലോട്ട് നിർത്താം. ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിലോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചു. ഇവിടെ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പുറത്തിരുന്നാലും കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ റാസ്റ്ററൈസ് മാസ്ക്, എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബ്രഷ് ടൂൾ വെച്ചിട്ട് പതുക്കെ പെയിൻറ് ചെയ്ത് അകത്ത് കയറ്റാം. എന്നിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അത് സ്വല്പം പോയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെ വന്നിട്ട് ചെറുതായിട്ട് ഫ്ലിപ്പ് ചെയ്ത് സ്വല്പം കൂടെ ചെറുതാക്കിയിട്ട് പെയിൻറ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് ഓക്കെ, അപ്പുറത്തായല്ലോ. ഓക്കെ, ഇനിയും ഇവനും കറക്റ്റ് സംഭവം നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്താണ്, ഇവൻ്റെ മുകളിലും നമ്മളൊരു ഇത് കൊണ്ടുവരണം. ഇവൻ സ്വല്പം ചപ്പിപ്പോയെന്ന് തോന്നുന്നു അല്ലേ. സ്വല്പം നമുക്ക് ഇങ്ങനെ ആക്കാം, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവൻ്റെ മുകളിൽ ഒരു പെയിൻറ് ചെയ്യാം. പെയിൻറ്റിൽ ഞാൻ ഒരു ഇത് പിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമല്ലോ. ഇൻറ്റൻസിറ്റി കൂട്ടിയും കുറച്ചും പെയിൻറ് ചെയ്യാം. കുറച്ച് ഏരിയക്കകത്ത് കൂടുതലും കുറച്ച് ഏരിയക്കകത്ത് കുറച്ചും നമ്മുടെ രീതിയിൽ പെയിൻറ് ചെയ്യാം. ഞാനിപ്പോൾ ചുമ്മാ റാൻഡമായിട്ട് പെയിൻറ് ചെയ്യണേ. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ക്ലിപ്പിംഗ് മാസ്ക് സ്വല്പം കുറച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയൊരു ഫീലും കൂടെ അതിൻ്റെ മുകളിലുമായി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്കൊരു വേറൊരു ഒബ്ജക്റ്റിനും കൂടെ വയ്ക്കാം. മീൻസ് ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മൂണിനെ വയ്ക്കാം ഇവിടെ. ഓക്കെ, മൂണിനെ ഞാൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ച് വെച്ചിട്ട് ഡ്രാഗ് ചെയ്തു ഈ ഒരു പൊസിഷനിൽ വെച്ചേ. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചോ. അതിനെ മാസ്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ, എന്നിട്ട് അവിടെ നിന്ന് മാസ്ക് ചെയ്യുന്നു. എന്നിട്ട് ആ മാസ്കിനെ ഇവിടെ സെലക്ട് ചെയ്ത് ബ്രഷ് ടൂൾ വെച്ചിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാം, ഇതിൻ്റെ ഇത് കൂട്ടാം. ഓക്കെ, മാക്സിമം ഞാൻ വലുതാക്കി. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് പെയിൻറ് ചെയ്യാം. അതാകുമ്പോൾ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഫീല് കിട്ടും, അകത്തോട്ട് കയറിപ്പോകും. പെയിൻറ് ചെയ്തിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറുന്നു. ഓക്കെ, ഒന്നും കൂടെ സൂം ചെയ്യാമേ. സൂം ചെയ്തിട്ട് നല്ലോണം പെയിൻറ് ചെയ്യുക. കാരണം ആ ഒരു എഡ്ജ് ഇല്ലെങ്കിൽ പ്രശ്നമാവും. സ്വല്പം കുറച്ചിട്ട് ഓക്കെ, നമ്മൾ കറക്റ്റ് ഓക്കെ ഇങ്ങനെ പെയിൻറ് ചെയ്തേ. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിതിനെ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ചെയ്യുക. ഇനി നമുക്ക് മാസ്കിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സെറ്റപ്പിൽ കൊണ്ടുവരണമെങ്കിൽ നോർമൽ മാറ്റുക, ഇതിനെ ലൂമിനോസിറ്റി ആക്കുക. കണ്ടോ, നോർമലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ ഇത് കിട്ടുള്ളൂ. ഈ ലൂമിനോസിറ്റി ആക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിലാണ് നിൽക്കുന്ന ആ ഒരു കളറുമായിട്ട് അതങ്ങ് ബ്ലെൻഡ് ആയിക്കോളും ലൂമിനോസിറ്റി ആക്കി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഗ്രാസിനെ കൺട്രോൾ ടി അടിച്ച ഗ്രാസ് നമുക്ക് കാണാം. കണ്ടോ, അപ്പോൾ ഗ്രാസിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലൂമിനോസിറ്റി ആക്കി നോക്കാം. പക്ഷെ അതിൻ്റെ മുകളിൽ നമ്മൾ വേറെ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. വേണ്ട, ലൂമിനോസിറ്റി ആണെങ്കിൽ എഡ്ജൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ,
അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ആ ഒരു എഡ്ജസിനെ കംപ്ലീറ്റ് മറയ്ക്കണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അവിടെ അങ്ങ് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. പ്ലേസ് ലിങ്ക്ഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഫയർ ഉണ്ട്, ഇവിടെ വേറൊരു ഫയറിൻ്റെ ഇതുണ്ട്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഈ ഒരു ഏരിയക്കകത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇവിടെ നിന്ന് ഫയർ വരുന്ന രീതിയിൽ. പക്ഷേ ആ ഏരിയക്കകത്ത് അത് കൊടുക്കണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ആയിട്ട് അവിടെ നമുക്ക് ഫയർ വയ്ക്കുന്ന രീതിയിൽ ഡ്രാഗ് ചെയ്തിട്ട്, സോറി നമ്മളിപ്പോൾ എടുത്ത ഫയർ ജസ്റ്റ് സെലക്ട് ചെയ്യുക. കണ്ടോ, ഇത് ലാസ്റ്റ് ആയി പ്ലേസ് ആയത് ഏറ്റവും ടോപ്പിൽ അടിക്കുക, ഡ്രാഗ് ചെയ്തിട്ട്. ഇപ്പം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, കൺട്രോൾ ടി അടിച്ചിട്ട് മൂവ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജിൽ കുറച്ച് പ്രശ്നമുണ്ട്. ആ എഡ്ജിൻ്റെ പ്രശ്നം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തുള്ള. ഓക്കെ, സോറി. എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ റാസ്റ്ററൈസ് ഉണ്ടെങ്കിൽ റാസ്റ്ററൈസ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ലെയർ. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഇത്രയും ഭാഗം. ഓക്കെ, കൺട്രോൾ ഡി അടിച്ചു. എന്നിട്ട് ഈ കാറിൻ്റെ അപ്പുറത്താണ് ഇത് പോകേണ്ടത്. സോ എന്ത് ചെയ്യുക, മാസ്ക് ചെയ്യുക. മാസ്കിനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് മാസ്കിൻ്റെ ഇത് കുറച്ചും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ഒരു ഫീൽ കൊടുക്കാം. കണ്ടോ, ആ രീതിയിൽ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഇത് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ അങ്ങ് മാസ്ക് ചെയ്ത് കളയുക. എത്രയും ഭാഗത്താണ് വേണ്ടത് അത്രയും ഭാഗം മാത്രം നമുക്ക് കണ്ടാൽ മതി, മാസ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തും കൂടെ സ്വല്പം ഒന്ന് ലൈറ്റ് വരണം. ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഇതിനൊന്നും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്യുക കേട്ടോ. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനൊന്ന് ജസ്റ്റ് പിക്ക് ചെയ്യുക. ഈ കളർ തന്നെ വരണേ, കുറച്ചും കൂടി ഡെപ്ത് ഉള്ള കളറാണ്. ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു ഇൻറ്റൻസീവ് ആയ കളറാണ്. സോ കാരണം ആ ഒരു ഏരിയക്കകത്ത് സ്വല്പം ഒന്ന് ഇൻറ്റൻസിറ്റി കൂട്ടി അങ്ങ് പെയിൻറ്റ് ചെയ്യുക. കണ്ടോ, രണ്ട് രീതിയിലുള്ള കളർ നമുക്ക് കൊടുക്കാം. കാരണം അവിടെ കൂടുതലല്ലേ. അപ്പോൾ ഈ ആളിലും ഒബ്വിയസ്ലി എന്താവും, കുറച്ചും കൂടെ കൂടുതൽ രീതിയിലുള്ള കളർ വരും. കളർ സെലക്ട് ചെയ്യുന്നു. ഇവൻ്റെ ഈ ഭാഗത്ത് മാത്രം നമുക്ക് ഇത് കുറച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ രണ്ട് രീതിയിലുള്ള ലൈറ്റ് ഉണ്ട്, മീൻസ് രണ്ട് രീതിയിലുള്ള കളേഴ്സ് ഉണ്ട്. ഒരു കളർ ഇവിടെയും ഒരു കളർ അവിടെയും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു എഡ്ജസ്റ്റിന് മാത്രമേ ഉള്ള പ്രശ്നമുള്ളൂ. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഇവിടെ നിന്ന് ഇതിനെ തന്നെ അങ്ങ് കോപ്പി ചെയ്തങ്ങ് വയ്ക്കാം, അതായിരിക്കും ബെറ്റർ. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ സി, ഏറ്റവും ടോപ്പിൽ വരാം, പുതിയ ലെയർ എടുക്കാം, കൺട്രോൾ വി. ഓക്കെ, ഇവിടെ കൊണ്ടുവച്ചാൽ എന്നിട്ട് മാസ്ക് ചെയ്യുന്നു. ജസ്റ്റ് വീണ്ടും ഇവിടെ അങ്ങ് പെയിൻറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ എഡ്ജ് ആയല്ലോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് അത് കുറച്ചും കൂടി മൈന്യൂട്ടായിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ടി വരിക. ഇനി അതിനെ തന്നെ നമുക്ക് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഏതൊക്കെ ഏരിയക്കകത്താണ് വെക്കേണ്ട ആ ഏരിയക്കകത്ത് വെച്ച് കൊടുക്കുക. ഇവിടെയാണ് വെക്കേണ്ടത് കേട്ടോ, ഈ ഏരിയക്കകത്ത്. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ വന്നു, മാസ്ക് എടുത്തു, വീണ്ടും അവിടെ അങ്ങ് മാസ്ക് ചെയ്ത്, സോറി ഇവിടെ വന്നിട്ട് വീണ്ടും മാസ്ക് ചെയ്ത് നമ്മളെ. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയക്കകത്ത് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ എല്ലാം നമുക്ക് പ്ലേസ് ചെയ്തിട്ട് ആ ഒരു മാസ്ക് നമുക്ക് അവിടെ നിന്നെല്ലാം നമുക്ക് മാച്ച് കളയാം. ഓ സോറി, വീണ്ടും സെലക്ട് ചെയ്തിട്ട് കണ്ടോ. അപ്പോൾ ആ ഒരു അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഫില്ലായ ഒരു ഫീൽ നമുക്ക് അവിടെ അങ്ങ് കിട്ടും. ഇനി എന്തെങ്കിലും ഒബ്ജക്റ്റിനെ വയ്ക്കണമെങ്കിൽ ഇനി നമുക്കൊരു ഒബ്ജക്റ്റിനെ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വീണ്ടും ഒന്നും കൂടെ പോയിട്ട് ഫയൽ പ്ലേസ് ലിങ്ക്, അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു 2-3 ഒബ്ജക്ട്സും കൂടെ അവിടെ നമുക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ മാനിപ്പുലേഷൻ എന്നതിൻ്റെ ഫോൾഡറിൽ കയറിയിട്ട് നമുക്ക് ഒരു ആകാശമാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ആകാശം നമുക്ക് ഇവിടെ വയ്ക്കാം. ഒരു ഈ ആകാശം വയ്ക്കാം, പ്ലേസ് ചെയ്യാം. ഓക്കെ, എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ റാസ്റ്ററൈസ് ലെയർ, മാസ്ക്, എന്നിട്ട് എവിടെ സെലക്ട് ചെയ്യുന്നു നമ്മൾ ഇതിൻ്റെ മാസ്ക് ചെയ്യുന്നു. സ്വല്പം കൂടെ ഇത് കൂട്ടുക കേട്ടോ, കുറച്ച് കൂട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, നിർബന്ധമില്ല. ഇപ്പം ഇതും ഓക്കെയാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേറെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ വയ്ക്കുക. ഒബ്ജക്റ്റിന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു ഫീൽ വരും. ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, ഏതെങ്കിലും ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുമെന്ന് വെച്ചോ. ഇപ്പോൾ ഏതെങ്കിലും ഏരിയക്കകത്ത് ഈ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്ത് വിടുന്നു. അപ്പോൾ അങ്ങോട്ടല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കൺട്രോൾ ടി, റൈറ്റ് ക്ലിക്ക്, ഫ്ലിപ്പ് ഹൊറിസോണ്ടലി ഉണ്ടോ, ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് കൊടുക്കേണ്ടി വരും. തൽക്കാലം ഇങ്ങനെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ, ദെൻ മാസ്ക് ചെയ്തിട്ട് എൻ്റെ ഈ ഒരു
കാലിൻ്റെ ഭാഗം അതുമായിട്ട് സിങ്ക് ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന്, ഒരുപാട് വേണ്ട, ഒരുപാട് വന്നത് അതിൻ്റെ അകത്തോട്ടിരിക്കുന്ന ഒരു ഫീല് കിട്ടും. ഓക്കെ, ഇത് മതി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ സെയിം സംഭവം കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ലെയർ, കൺട്രോൾ ടി അടിച്ചിട്ട് വേണമെങ്കിൽ സ്വല്പം ഒന്ന് ചെറുതാക്കാം. ഓക്കെ, ഇങ്ങനെ നിർത്തിയ ഇനി ഒരു പരിപാടി നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പോലെ ഒരു ലെയർ ആഡ് ചെയ്യുന്നു. ദാ ഇത് പിക്ക് ചെയ്യുന്നു, നല്ല ഇൻറ്റൻസീവ് ആയിട്ടുള്ള സംഭവം പിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ബ്രഷ് ടൂൾ എടുക്കുന്നു, ബ്രഷ് ടൂളിൽ കംപ്ലീറ്റ്ലി പെയിൻറ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒന്ന് നോക്കണ്ട, ഫുൾ അങ്ങ് അതിലങ്ങ് പെയിൻറ് ചെയ്താൽ മതി. ഓക്കെ, ഫുൾ പെയിൻറ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ക്ലിയർ, ക്ലിപ്പിംഗ് മാസ്ക്, മാസ്കിൻ്റെ അകത്ത് ഒപ്പാസിറ്റി നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ചെറുതായിട്ടൊരു അവൻ്റെ ഒരു ഷാഡോ വേണമെങ്കിൽ, ഒരു കോണ്ടാക്ട് ഷാഡോ വേണമെങ്കിൽ അവിടെ കൊടുക്കാം. അപ്പോൾ കോണ്ടാക്ട് ഷാഡോ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നിന്നൊരു പുതിയ ലെയർ എടുക്കുന്നു, ഇവിടെ നിന്നൊരു പുതിയ ലെയർ എടുക്കുന്നു, ഇവിടെ നിന്ന് എടുക്കാം. കാരണം താഴത്തെ എന്ന് പറഞ്ഞാൽ അത് മാസ്കിൽ കിടക്കുകയാണ്. അപ്പം മാസ്കിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊരു ലെയർ എടുത്തിട്ട് ജസ്റ്റ് ബ്ലാക്ക് അടിക്കാം. ബ്ലാക്ക് അടിച്ചിട്ട് ഇങ്ങനെ പെയിൻറ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിൽക്കുന്ന ഏരിയ പെയിൻറ് ചെയ്ത് ഫിൽറ്റർ, ബ്ലർ, ദെൻ ഗോസിയൻ ബ്ലർ. ഓക്കെ, അപ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് കൺട്രോൾ ടി അടിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് സ്വല്പം ഒന്ന് ചെറുതാക്കാമേ, കുഴപ്പമൊന്നുമില്ല. ചെറുതായാലും കുഴപ്പമില്ല, സ്വല്പം മൂവ് ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയായി. ഇപ്പോൾ ഇത് രണ്ടുമായി. ഇനി ഒരൊറ്റ സംഭവം കൂടെ നമുക്ക് പ്ലേസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫോട്ടോ മാനിപ്പുലേഷനിൽ തന്നെ കയറാം. ഫോട്ടോ മാനിപ്പുലേഷനിൽ വന്നിട്ട് നമുക്ക് ഒരു എഫക്റ്റും കൂടെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് കൺട്രോൾ ടി അടിച്ചിട്ട് ഇതിനൊന്ന് സ്വല്പം കറക്കാം. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സംഭവം വെച്ച് കൊടുത്തിട്ട് ഇതിനെന്ത് ചെയ്യുക, സ്ക്രീൻ അടിച്ചു കൊടുക്കുന്നു. കണ്ടോ, സ്ക്രീൻ അടിച്ചു കൊടുത്തിട്ട് അതിനെ മാസ്ക് ചെയ്യണം. മാസ്ക് ചെയ്തിട്ട് നമുക്ക് ബ്രഷ് ടൂൾ എടുക്കുന്നു. ഓക്കെ, കൺട്രോൾ ടി അടിച്ചിട്ട് വേണമെങ്കിൽ സ്വല്പം കൂടെ അതിനെ ചെറുതാക്കാം. ഓക്കെ, മതി. ഓക്കെ, എന്തൊക്കെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിലും ഇനി ഇതിൻ്റെ പ്ലേസ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഗ്യാപ്പില്ല പ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇനിയും പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യണം, ആ രീതിയിൽ പ്ലാൻ ചെയ്താൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെലക്ട് ചെയ്യുക, കൺട്രോൾ ജി ഫോർ ഗ്രൂപ്പ്. അത് നമുക്കൊരു ബാക്കപ്പ് കോപ്പി ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇതിൻ്റെ അകത്ത് ബാക്കപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാം. ബാക്കപ്പ് കോപ്പി ഡോണ്ട് ഡിലീറ്റ് എന്ന് എന്തെങ്കിലും പറഞ്ഞ് കൊടുത്തേക്കുക. അതാകുമ്പോൾ ഇപ്പോൾ നാളെ ഇപ്പോൾ ഒരാൾ വന്ന് വർക്ക് ചെയ്യണം, വലിയ ഫയലാണെങ്കിൽ നാളെ വർക്ക് ചെയ്യുമ്പോഴേ അയാൾക്ക് മനസ്സിലാവും ഡിലീറ്റ് ചെയ്യാത്ത ഫയലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, കൺട്രോൾ ജെ ഫോർ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, ദെൻ റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ് ചെയ്യണമെങ്കിൽ റാസ്റ്ററൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കത് വീണ്ടും ട്വീക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫിൽറ്ററിൻ്റെ അകത്ത് ക്യാമറ റോ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഫിൽറ്ററിൻ്റെ അകത്ത് ക്യാമറ റോ ഫിൽറ്റർ. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ലൈറ്റ് ഉൾപ്പെടെ നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, കോൺട്രാസ്റ്റ്, ഷാഡോ വേണമെങ്കിൽ ഷാഡോ അഡ്ജസ്റ്റ് ചെയ്യാം, വൈറ്റ്, ബ്ലാക്ക്, പിന്നെ കളറുണ്ട്. കളറിൻ്റെ അകത്ത് നമുക്ക് ടിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് ടിൻറ്റിലാണ് ഇത് കൊണ്ടുവരേണ്ടത്? ഇത് കണ്ടോ, ഈ ടിൻറ്റിലാണോ, ഏതാണ് നമ്മുടെ ടിൻറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു ടിൻറ്റിൽ കൊണ്ടുവരാം. അതേപോലെ ഇത് നമുക്ക് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം. ഈ എഫക്റ്റിൻ്റെ അകത്ത് നമുക്ക് വീണ്ടും ഇതെല്ലാം കുറച്ചുകൂടെ ഡാർക്ക് ആക്കാം. പിന്നെ ഹൈലൈറ്റിൻ്റെ അകത്ത് ഹൈലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, അതുപോലെ കളർ ഗ്രേഡിംഗ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഏതാണ് നമുക്ക് വേണ്ടത് ആ ഒരു സംഭവം നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ അതിനെ ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഇത് മതി എന്നുണ്ടെങ്കിൽ ഓക്കെ എടുക്കുക. ഉണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയായി. ഓക്കെ, ഇത് ഓൺ ആൻഡ് ഓഫ്, ഓൺ ആൻഡ് ഓഫ്. ഇപ്പോൾ ഇത് എനിക്ക് വയ്യ, ഇത്രയും എനിക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇതിൻ്റെ അകത്ത് പോയിട്ട് ഏത് യൂസ് ചെയ്യാം, കളർ ലുക്കപ്പ്. കളർ ലുക്കപ്പ് ആണെങ്കിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഏതാണ് എനിക്ക് ഇഷ്ടമുള്ളത് ആ രീതിയിൽ നമുക്കതിനെ ബ്ലെൻഡ് ചെയ്യാം. ഇപ്പോൾ കളർ ലുക്കപ്പ്, സിനിമയുടെ കളർ ലുക്കപ്പ് അറിയാമല്ലോ, കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് LUTs കിട്ടും. ആ LUTസിൻ്റെ അകത്ത് ഏതൊക്കെ വേണം ആ LUTs മാത്രം യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ചെയ്യാതെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം വേണമെങ്കിലും ചെയ്യാമല്ലോ. ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം ഏതിലൊക്കെ വേണം അതിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ആൾക്കാരിൽ രണ്ടുപേരിൽ വേണ്ട, ബാക്കിയുള്ളതിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ തൽക്കാലം അങ്ങനെ ചെയ്യുന്നില്ല, മൊത്തത്തിൽ ഒരു
ഒരു കളർ ലുക്കപ്പ് എടുത്തിട്ട് ആ ഒരു കളർ ലുക്കപ്പിൻ്റെ അടുത്ത് മൊത്തത്തിൽ അങ്ങ് കൊടുക്കുകയാണ്. ജസ്റ്റ് മുകളിൽ പ്ലേസ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഈ ഗ്രൂപ്പ് എടുത്തിട്ട് ഈ ഗ്രൂപ്പിൻ്റെ അകത്തെടുത്തിട്ട് ഈ ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് നമുക്ക് ഏതൊക്കെ വേണം, ഇപ്പം ഇതുവരെ മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്ലേസ് ചെയ്ത് അങ്ങ് പോയാൽ മതി. ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, മൊത്തത്തിൽ ഒറ്റ കളർ. ഫോഗി നൈറ്റ് ആണെങ്കിൽ ഫോഗി നൈറ്റ്, ഓക്കെ, ഇങ്ങനെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഗ്രേഡ് വേണ്ടത് ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിതിനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ കാറ് മാത്രമായിട്ട് എനിക്ക് ഇൻറ്റൻസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാറ് മാത്രം ഇൻറ്റൻസിറ്റി കൂട്ടാം, വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ലൈറ്റ് വരുന്ന ഒരു ഫീൽ ഈ കാറിൻ്റെ ഇവിടെ പോയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ല, എല്ലായിടത്തും അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇതിൽ മാത്രം വന്നിട്ട് ഇത് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു പിക്ചർ വെച്ചിട്ട് പിന്നെ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം അതെല്ലാം നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കപ്പ് കോപ്പി മാത്രം എടുക്കുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ഡള്ള് ഒരു സംഭവം കൊടുത്തു, വേറൊരു ടൈപ്പ് ആണെങ്കിൽ വേറൊരു ടൈപ്പ് കൊടുക്കാം നമുക്ക്. ഇതൊക്കെ നോർമൽ സംഭവങ്ങളാണ്, അതിന് ഫീൽ കിട്ടത്തില്ല. മൂൺ ലൈറ്റും വലിയൊരു ഫീൽ ഇല്ല, നൈറ്റ് ഫ്രം ഡേ. പക്ഷെ എനിക്ക് ഒരു ക്യാൻഡിൽ ലൈറ്റാണ് കുറച്ചും കൂടെ ഒരു ഫീലായിട്ട് തോന്നുന്നത്. ക്യാൻഡിൽ ലൈറ്റ് അല്ലെങ്കിൽ ബ്ലൗസ്, ഫോൾ കളേഴ്സ്, ഫിലിം സ്റ്റോക്ക് ഭയങ്കര ബ്രൈറ്റ്നെസ് ആണ്. ഇത് വലിയ കുഴപ്പമില്ല, ഫോഗി നൈറ്റ് തന്നെയാണ്, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇമേജിൻ്റെ അകത്ത് നമുക്ക് പോയിട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇമേജ് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം നമ്മൾ ഇതിലാണ് നിൽക്കുന്നത്. ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് എന്താണ് ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ് എടുത്തിട്ട് നമുക്ക് പതുക്കെ കണ്ടോ, തീരെ കുറയ്ക്കണമെന്നില്ല, സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്രൈറ്റ്നെസ് കുറച്ച് കോൺട്രാസ്റ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ലിമിറ്റഡ് അല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കതിനെ കറക്റ്റായിട്ട് ട്യൂക്ക് ചെയ്തിട്ട് ആ ഒരു രീതിയിലുള്ളൊരു ഫീല് നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരാം. ഫുൾ അടിച്ച് നോക്കിക്കഴിയുമ്പോൾ ഇതാണ് നമ്മൾ ഔട്ട്പുട്ട്. ഓക്കെ, അങ്ങനെ ഓരോ ഇത് കാണുമല്ലോ, ഓരോ രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് എടുക്കാം. ഏത് രീതിയിലുള്ള ഔട്ട്പുട്ടാണ് വേണ്ടത് ആ രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് എടുക്കാം. ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇനി കുറച്ചും കൂടി ലൈറ്റ് വേണം. ഇപ്പോൾ ലൈറ്റ് ഉണ്ട് ഓൾറെഡി, ഈ ഒരു പിക്ചറിൻ്റെ അല്ല ഈ ഒരു കളർ ടോണിനനുസരിച്ച് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. കാരണം ഇവിടെ എല്ലാം ഡാർക്ക് അല്ലേ, ഇവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ബാക്കിയുള്ള ഏരിയക്കകത്തൊന്നും ചെയ്തിട്ടില്ല. ലൈറ്റുള്ള വീടിന് ഏരിയക്കകത്ത് മാത്രമേ വന്നിട്ടുണ്ട്. മനസ്സിലായോ?